ഹലോ, എല്ലാവർക്കും നമസ്കാരം. പേട്രിയോട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ കഴിഞ്ഞു. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു റിവ്യൂവിനെ 2 പാർട്ടായിട്ട് തന്നെ നമുക്ക് പറയാം. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. പോസിറ്റീവിലേക്ക് വരികയാണെങ്കിൽ, മമ്മൂക്കയും ലാലേട്ടനും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചൊരു സിനിമയിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. മലയാള സിനിമയുടെ ഒരു റേഞ്ച് മാറ്റുന്ന തരത്തിലുള്ള വർക്ക് തന്നെയാണ് ഇത്. ടെക്നിക്കലി ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. എഡിറ്റിംഗ് ഒക്കെ ക്രിസ്പി ആൻഡ് പെർഫെക്റ്റ് തന്നെയാണ്. ക്യാമറയും സൗണ്ടും എല്ലാം അന്യായ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. മലയാള സിനിമയെ ടെക്നിക്കലി പുതിയൊരു വേർഷനിലേക്ക് തന്നെയാണ് ഈ ചിത്രം നയിക്കുന്നത്. പ്രകടനത്തിൽ മമ്മൂക്ക മികച്ചു തന്നെ നിൽക്കുന്നു. തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കുന്നത് ലാലേട്ടൻ്റെ എൻട്രിയാണ്. ലാലേട്ടൻ്റെ സ്റ്റാർഡം എന്താണെന്ന് ഒരു തിയേറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വേഷം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെറിയ നടീനടന്മാർ തൊട്ട് വലിയ സീനിയർ ആക്ടേഴ്സ് വരെ ചെയ്തിരിക്കുന്നത്. ഒന്നും തന്നെ സിനിമയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മോശം പറയാനില്ല. ഇത്ര വലിയൊരു ക്യാൻവാസും മലയാള സിനിമയിൽ ആദ്യമായിട്ട് തന്നെയാണ്. സിനിമയുടെ പ്രധാന നെഗറ്റീവ് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ പ്രേക്ഷകന്റെയും പ്രശ്നങ്ങളുണ്ടാവാം. മമ്മൂക്കയും ലാലേട്ടനെയും ഒരു സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ വളരെയേറെ പ്രതീക്ഷിക്കും. ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തു വന്നില്ലെങ്കിൽ അത് എപ്പോഴും ഒരു നിരാശ തന്നെയാണ്. എത്ര വലിയ ആക്ടിംഗ് ഓറിയന്റഡ് മൂവിയാണെന്ന് പറഞ്ഞാലും ഇവരുടെ സ്റ്റാർഡം തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിന്നും മമ്മൂട്ടിയും മോഹൻലാലുമായി നിൽക്കുന്നത്. അവർക്ക് പുറകെ നമ്മൾ പോകുന്നതും. അത് ശരിക്കും ഇവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. സിനിമ ചർച്ച ചെയ്യുന്നത് വലിയൊരു വിഷയമാണെങ്കിലും പ്രേക്ഷകനെ കൂടെ അതിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്ന കാര്യത്തിൽ സിനിമയ്ക്ക് കഴിയുന്നില്ല. ഫസ്റ്റ് ഹാഫ് മികച്ചു തന്നെ നിന്നിരുന്നു. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടന്റെ എൻട്രിയോട് തന്നെ വലിയൊരു ലിവറേജിലേക്ക് സിനിമ എത്തുന്നു. ലാലേട്ടന് ഇത്ര റോൾ മതിയായിരുന്നോ എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷക മനസ്സിലേക്ക് എത്തുന്നു. ഇത്രയും വലിയ 2 നടന്മാരെ കൊണ്ടുവന്നിട്ടും അവരെ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒരു സ്ക്രിപ്റ്റിന് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും നെഗറ്റീവ്. തെന്നിന്ത്യയിലെ തന്നെ മികച്ച നടിയായ നയൻതാരയെ കൊണ്ടുവന്നിട്ടും അവർക്ക് അർഹിക്കുന്ന ഒരു സ്പേസ് ഈ ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ടെക്നിക്കലി സൗണ്ട് ആണെങ്കിലും മികച്ച നടന്മാരുണ്ടായിട്ടും സ്ക്രിപ്റ്റിലെ പാകപ്പിഴവുകളാണ് സിനിമയെ ഒന്ന് ബാക്കിലേക്ക് വലിക്കുന്നത്. ഓരോ പ്രേക്ഷകനും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവാം. ഈ ചിത്രം കാണുമ്പോൾ ഒരുപാട് പേർക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ന്യൂനതകൾ. ഒപ്പം ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ 1 ടൈം വാച്ചബിൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ റിവ്യൂസ് കമൻസിലൂടെ പറയണേ. കൂടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.